2015 ലോകത്താകമാനം വാർത്തകളിൽ നിറഞ്ഞൊരു വലിയ സാമ്പത്തിക വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. 1NDB മലേഷ്യ ഡെവലപ്മെന്റ് ബെർഹാഡ് ഫണ്ട് കുംഭകോണം. മലേഷ്യയുടെ മുൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് സ്ഥാപിച്ച ഈ ഫണ്ട് രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ടായിരുന്നു തുടങ്ങിയത്. ലക്ഷ്യം പുതിയ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഊർജ്ജരംഗം, രാജ്യത്തിൻ്റെ ഭാവി വളർച്ച. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകമാധ്യമങ്ങൾ വെളിപ്പെടുത്തിയത് ഈ ഫണ്ടിൽ നിന്ന് ബില്യൺ ഡോളറുകൾ കാണാതായി എന്നാണ്. 2015 ദ വാൾ സ്ട്രീറ്റ് ജേർണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ 1NDB അക്കൗണ്ടിൽ നിന്ന് $700 മില്യൺ മുകളിൽ നജീബ് റസാഖിൻ്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പോയി എന്ന് വെളിപ്പെട്ടു. രാജ്യത്ത് വലിയ പ്രതിഷേധം തുടങ്ങി. നമ്മുടെ പണം എവിടെയായി? ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള സമ്പത്ത് ആരാണ് കവർന്നത്? മാത്രമല്ല, അമേരിക്ക, സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡ്, ഹോങ്കോങ് തുടങ്ങിയ പല രാജ്യങ്ങളും അന്വേഷണം തുടങ്ങി. അമേരിക്ക നീതിന്യായ വകുപ്പ് പ്രഖ്യാപിച്ച $2.7 ബില്യൺ ഡോളറിലധികം 1NDB ഫണ്ടിൽ നിന്നും ദുരുപയോഗം ചെയ്തു. ആ ഫണ്ട് പണം ആഡംബര വീടുകൾ, സ്വകാര്യ ജെറ്റുകൾ, സിനിമകൾ, ആർട്ട് വർക്കുകൾ, യാച്ചുകൾ എല്ലാം വാങ്ങാൻ ഉപയോഗിച്ചു. ഹോളിവുഡിലെ പ്രശസ്ത സിനിമ ദ വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് പോലും ഈ പണം കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ നടന്നു. നജീബ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ നജീബ് ആദ്യം ആരോപണങ്ങൾ നിഷേധിച്ചു. ഇത് സൗദി രാജകുടുംബം നൽകിയ സംഭാവനയാണ് എന്ന് പറഞ്ഞു. പക്ഷേ തെളിവുകൾ കൂടി വരുമ്പോൾ ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടു. 2018 തിരഞ്ഞെടുപ്പിൽ 92-കാരനായ മുഹാത്തിർ മുഹമ്മദ് വീണ്ടും അധികാരത്തിലെത്തി. അദ്ദേഹം പ്രധാന വാഗ്ദാനം 1MBD സ്കാൻഡിൽ അന്വേഷണം പൂർത്തിയാക്കും എന്നാണ്. അധികാരത്തിൽ വന്ന ഉടൻ നജീബിനെതിരെ അന്വേഷണം തുടങ്ങി. വീടുകൾ റെയ്ഡ് നടത്തി. കോടിക്കണക്കിന് ഡോളറുടെ ആഭരണങ്ങൾ, കൈപ്പണവും പിടിച്ചെടുത്തു. നിരവധി കേസുകൾ കോടതിയിൽ പോയി. 2020 മലേഷ്യ ഹൈക്കോടതി നജീബ് റസാഖിന് 12 വർഷം തടവും $210 മില്യൺ പിഴയും ശിക്ഷിച്ചു. മലേഷ്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യ സംഭവമാണ് ഇത്. നിരവധി കേസുകൾ കോടതിയിൽ പോയി. 2020 മലേഷ്യയിൽ ഹൈക്കോടതി നജീബ് റസാഖിന് 12 വർഷം തടവും $210 മില്യൺ പിഴയും ശിക്ഷിച്ചു. മലേഷ്യയിൽ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യ സംഭവമായിരുന്നു അത്. 1NDB സ്കാൻഡലിൽ മലേഷ്യയുടെ പ്രതിച്ഛായ വലിയ ആഘാതമുണ്ടാക്കി. എങ്കിലും ജനാധിപത്യത്തിൻ്റെ ശക്തിയും നിയമത്തിൻ്റെ ശക്തിയും തെളിയിച്ച സംഭവമായി അത് മാറി. ഏതാനും കാലമെടുക്കും, പക്ഷേ സത്യം ജയിക്കും എന്ന് മലേഷ്യൻ ജനങ്ങൾ വിശ്വസിച്ചു. സത്യം പറഞ്ഞാൽ 1NDB പോലുള്ള പല കാര്യങ്ങളും ഇന്നും പല രാജ്യങ്ങളിൽ തുടരുകയാണ്. പണം മുഴുവൻ തിരികെ കിട്ടിയെങ്കിലും ലോകത്തിന് മുന്നിൽ മലേഷ്യ തെളിയിച്ചു, അധികാരമുള്ളവരായാലും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്ന്.